കെപിസിസി ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടത്തുന്ന ഒപ്പുശേഖര ജില്ലാതല ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പുതിയകോട്ട മാന്തോപ്പിൽ വെച്ച് ഡിസിസി പ്രസിഡന്റ് പി.കെ. ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കെപിസിസി ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടത്തുന്ന ഒപ്പുശേഖരണ ജില്ലാതല ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ വെച്ച് ഡിസിസി പ്രസിഡന്റ് പി.കെ. ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ 1,00,000 ആളുകളുടെ ഒപ്പുശേഖരണം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഞാൻ ഡിസിസി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം ഒപ്പിട്ട് നടത്തിയിട്ടുള്ളത്. ഗാന്ധി ദർശൻ സമിതി എല്ലാ ജില്ലകളിലും ഈ പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം കൊണ്ട് മുമ്പോട്ട് പോകുന്നു. എന്തുകൊണ്ട് ഇന്ന് ലഹരി കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയകൾ കേരളത്തിൽ തളച്ചു വളരുന്നു. പക്ഷേ ഈ മയക്കുമരുന്ന് മാഫിയകളെ നിയന്ത്രിക്കുവാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. കാരണം ഇന്ന് സമൂഹത്തെ കവർന്നു തിന്നുന്ന ഒരു വിപത്തായി മയക്കുമരുന്ന് മാഫിയകൾ മാറി. ഇന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, കോളേജ് ക്യാമ്പസുകളിൽ, സ്കൂൾ ക്യാമ്പസുകളിലെല്ലാം മയക്കുമരുന്നിൻ്റെ വിൽപ്പന തകൃതിയായി നടക്കുന്നു. പാവപ്പെട്ട യുവാക്കൾ, പാവപ്പെട്ട യുവതികൾ, വിദ്യാർത്ഥികൾ പോലും ഇതിൻ്റെ അടിമകളായി മാറുന്നു. അതിൻ്റെ എത്രയോ തെളിവുകൾ കേരളത്തിൽ ഇന്നുണ്ട്. അതുകൊണ്ട് ഈ മയക്കുമരുന്നിനെതിരായി, മയക്കുമരുന്നിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കുറ്റവാളികൾക്കെതിരെ ഇന്ന് ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ വലിയൊരു പോരാട്ടം നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. ബാലകൃഷ്ണൻ, രാധാകൃഷ്ണൻ മാസ്റ്റർ, എ. പുരുഷോത്തമൻ, സരോജിനി ടീച്ചർ, ബാബുരാജ് മാസ്റ്റർ, ദിലീപ് ഐങ്ങോത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.